എന്താ പറയണ്ട്. ഹായ് ഗൈസ്, ഡേ 3. അപ്പൊ ഞങ്ങൾ ഗോളിയാർ എത്തി. അപ്പൊ ഞങ്ങൾ മോഹൻലാൽ സംഗീതം പഠിക്കുന്ന മോഹവുമായി ചെന്ന് കയറിയത് സിംഹത്തിന്റെ മടയിലാണെന്ന് പറഞ്ഞ ഗോളിയാർ അല്ലേ? അപ്പോ ഞങ്ങള് ഗോളിയാർ എത്തി. ഇവിടെ സംഗീതമൊന്നും ഇല്ല, ഇവിടെ കുറെ നെൽപ്പാടങ്ങളുണ്ട്. തിരിച്ച് പാലക്കാട് എത്തിയെന്ന് സംശയം. ഓക്കെ, ഫുള്ള് പാടങ്ങളാണ്. പനാസകളുണ്ട് കണ്ടാ. ഞങ്ങള് 1:30 ആകുമ്പോ ഞങ്ങള് ട്രെയിനിൽ ഇറങ്ങും. ഇതൊക്കെ കർഷകരിക്ക് നോക്കിയാ. പിന്നെന്താ, ട്രെയിൻ യാത്ര ഒരു സൂപ്പറാണ്. ഞങ്ങളെ കൂടെ ഞങ്ങള് ചങ്ക് ഞങ്ങളെ നല്ലൊരു ഫാമിലി. അമ്മ, അച്ഛൻ, ഇത് 3 ആൺപിള്ളേരാണ്. ഇത് ഞങ്ങളെ അജേഷ്മാൻ, അത് അമ്മല്, അത് അച്ചു, അതവരുടെ മമ്മി പപ്പയും. ഞങ്ങൾ കൂടെ പെട്ടുപോയി. അവർക്ക് സമയം, ഞങ്ങളുടെ ടൈം പാസ് എന്ന് വിചാരിച്ചു, പക്ഷെ അവരുടെ സമയം വളരെ സ്പീഡിൽ പോയി ഞങ്ങളെ കൊണ്ട്. പിന്നെന്താ പറയാ, പിന്നെ ഒരുപാട് പരിചയമില്ലാത്ത ഒരാൾക്കാരെ കണ്ടു. പിന്നെന്താ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ബാക്കി ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങൾ ഡൽഹിയിൽ വെച്ച് പറയാം. ഓക്കെ, ഡേ 3 1:30 ഞങ്ങള് ലാൻഡ് ചെയ്യും ട്രെയിനിൽ നിന്ന്. പാലക്കാട് പോലെ തോന്നുന്നില്ലേ? ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് യുപിയിലെത്തി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഡൽഹിക്കുള്ള യാത്രയിലാണ്. ഇതിപ്പോൾ ഡേ 2 ഞങ്ങൾ പറയാനുള്ളത്, ഞങ്ങൾ ഒരുപാട് നല്ല കൊളീഗ്സ്, ഞങ്ങൾ ഒരുപാട് കൂട്ടുകാരെ കണ്ടു. ഞങ്ങൾക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടി. ഒരു കൊല്ലത്തുള്ളതാണ്, ഒരു അമ്മയും അച്ഛനും 3 ചെക്കന്മാരും, നല്ല കൂട്ടുകാർ. അവർ താജ്മഹൽ കാണാൻ വേണ്ടി പോയതാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ 3 ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച്. ഞങ്ങളിപ്പോൾ ശരിക്കും ഞങ്ങളവർ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളവർ ആഗ്രയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡൽഹി വരെ ഞങ്ങൾ 2 ആൾ മാത്രമാണ്. ഞങ്ങൾ നല്ലൊരു ഫാമിലി ആയിട്ട് നല്ല ഇതുവരെ ഞങ്ങൾ അടിപൊളി സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു മൂഡ് ഓഫ് ഇരിക്കുന്നത്, കാരണം വർത്താൻ പറഞ്ഞാൽ ആകെ ഞങ്ങളെ കമ്പാർട്ട്മെൻറ്റ് ആകെ സൈലൻ്റായി. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്താറായി, എന്താ പറയുക, ഫൈസാബാദ് എത്താറായി. പിന്നെ ഞങ്ങൾ നല്ല അടിപൊളി യാത്ര, സൂപ്പറാണ്. നല്ല AC, നല്ല ചൂടൊന്നുമില്ല കേട്ടോ. പുറത്ത് ചൂടാണെങ്കിൽ നല്ല കൂളിംഗ് ആണ്. ഫുൾ ഗ്ലാസും കോട്ടിങ് ഫുള്ള് കവറിങ് ആണ്. പിന്നെ പറയാനുള്ളത്, നല്ല ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ പൊതിഞ്ഞ് കൊടുത്തിരുന്നു. രാത്രിക്ക് ചോറ് ഇലയിൽ പൊതിച്ചോറ് കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ സൊമാറ്റോന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് ഉച്ചക്ക്. രാവിലെ ആലു പൊറോട്ട വാങ്ങിച്ച് കഴിച്ചു. യാത്ര സൂപ്പറാണ്. വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ഡൽഹി പോകാൻ ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ. ഇതുവരെ ഒരു പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി നാളത്തെ എന്താണെന്ന് അറിയില്ല. ഇതുവരെ ഹാപ്പിയാണ്. നമുക്ക് ഫാമിലി ആയിട്ട് ഒന്നാലും കുഴപ്പം തോന്നുന്നില്ല. ഒരുപാട് ഈ ബോഗി നിറച്ച കുട്ടികളും ഫുള്ള് ഫാമിലിയാണ്. കരച്ചിലും ബഹളവും നല്ല രസമായിരുന്നു. കുറേ കുഞ്ഞുങ്ങളും കുറേ ഫാമിലീസും ഒക്കെ യാത്രക്കാർ. നമുക്ക് നമ്മളെ ഫാമിലിയെ കൊണ്ടുവരാനും റിസ്ക് ഇല്ലാന്ന് തോന്നി. പിന്നെ നമ്മൾ ഒരു മിനിറ്റ് दोस्त ले लो इनके दोस्त दुकान वाले का लेके आके क्या उसका बताओ ഫലിഞ്ഞു പേരുണ്ട് വേറെ ഇല്ലല്ലോ പറഞ്ഞോ. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞെത്തി. അപ്പോൾ നമ്മൾ അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്തിരുന്നു. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ അവല് പോയിട്ടെടുത്തുണ്ട്. അവല് ശർക്കരയും കേടാവതൊക്കെ തേങ്ങ ഇട്ടിട്ടില്ല, തേങ്ങ ഇട്ടൊക്കെ കേടാവും. അത് ഞങ്ങളങ്ങനെ അതുപോലെ ഫുഡൊക്കെ പാർസലെടുത്തു. പിന്നെ ഞങ്ങൾ കുറേ ബിസ്ക്കറ്റ്, അതുപോലെ ക്രീം ബന്ന്, അങ്ങനെ കുറേ സാധനങ്ങൾ പാർസലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡിന് ടെൻഷൻ ഇല്ല. ഇനി 2 കാര്യം ബ്രെഡ് പൊട്ടിക്കാനുണ്ട്, ജാമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുവരെ ഞങ്ങൾക്ക് ഹാപ്പിയാണ്. പിന്നെ നാളെ രാവിലെ ഇൻ്റർവ്യൂ ഉണ്ട് നമ്മൾ കൂട്ടുകാരന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കറക്കും താജ്മഹൽ, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫുള്ള് കറങ്ങണം. അങ്ങനെ ദിസ് ഈസ് മൈ ഫ്രണ്ട്. ഹലോ. പിന്നെന്താ,
പിന്നെ അത്ര തന്നെ, ഇനി പിന്നെ പറയാം. അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു, ബൈ.